ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 16 പേരെ കാണാതായി. അപകടത്തിൽപ്പെട്ടത് ദുബായിൽ നിന്നും യമൻ തുറമുഖത്തേക്ക് തിരിച്ച പ്രസ്റ്റീജ് ഫാൽക്കൺ. വിവരങ്ങൾ അനുപ്രിയ നൽകും. അനു, എവിടെ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? വിജി, ഒമാനിലെ ദുഃഖം തുറമുഖത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ മുങ്ങിയതും തുടർന്ന് കാണാതായതും. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന എണ്ണക്കപ്പലാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അതിൽ 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉണ്ടായിരുന്നു. മാരിടൈം സെക്യൂരിറ്റി സെന്ററാണ് ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയതും തുടർന്ന് കാണാതായ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാണാതായവർക്കുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒമാനിലെ ദുഃഖം തുറമുഖം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് പ്രോജക്റ്റാണ് ഒമാനെ സംബന്ധിച്ചിടത്തോളം. അവിടെ മൈനിങ് പ്രോജക്ട്സും ഒപ്പം തന്നെ ഓയിൽ റിഫൈനറി പ്രോജക്ട്സും അടങ്ങിയ ഒരു വലിയൊരു എക്കണോമിക് പ്രോജക്റ്റാണ് ഈ ദുഃഖം തുറമുഖം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഈ കപ്പൽ മുങ്ങിയതും കാണാതായതും. ഏതായാലും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഫിജി. ശരി അനുപ്രിയ.